നമസ്കാരം, ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എങ്ങനെ വേപ്പെണ്ണ മിശ്രിതം, അതായത് വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ പൊതുവെ വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേപ്പെണ്ണ എന്ന് വെച്ചാൽ നീം ഓയിൽ, ആ എമൽഷൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഉള്ള വെള്ളീച്ച പോലുള്ള, അതായത് തക്കാളി, പച്ചമുളക് ഇതിലേക്കുള്ള വെള്ളീച്ച ശല്യം ഒഴിവാക്കാനും, അതേപോലെ തന്നെ ചിത്രകീടം പോലുള്ള അസുഖങ്ങൾ മാറ്റാൻ, അതുപോലെ പാവല് പോലെ അതിലൊക്കെ കീടബാധകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെയാണ് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് നല്ലൊരു ഡിസ്പെൻസർ വേണം, അതായത് സ്പ്രേ ചെയ്യാനുള്ള നല്ലൊരു സ്പ്രേയർ വേണം. പിന്നെ ഇത് വേപ്പെണ്ണയാണ്. പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇതല്പം ഷാമ്പു ആണ്. ഈ ഷാമ്പു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേപ്പെണ്ണ ഒരിക്കലും വെള്ളമായിട്ട് നേരിട്ട് മിക്സ് ആവത്തില്ല, അതുമായിട്ട് ഒരിക്കലും തമ്മിൽ ചേരില്ല. കാരണം ഏത് എണ്ണ, വേപ്പെണ്ണയെന്നല്ല, ഏത് എണ്ണയും, വെളിച്ചെണ്ണയായാലും പാമോയിലും എന്തായാലും വെള്ളമായിട്ട് ചേരുന്നതല്ല. അപ്പം അതിനുവേണ്ടി ഈ വെള്ളവും വേപ്പെണ്ണയും തമ്മിലൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷാമ്പു ഉപയോഗിക്കുന്നത്. ഷാമ്പു ഞാൻ എന്തുകൊണ്ട് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പഴയ അലക്ക് സോപ്പ് ഉണ്ടല്ലോ, പണ്ട് കാലത്ത് കിട്ടുന്ന 501 അല്ലെങ്കിൽ വാഷ്വെൽ പോലുള്ള സോപ്പുകൾ, അത് ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാമായിരുന്നു, ഈ ഷാമ്പുവിന് പകരം. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിലൊന്നും അങ്ങനത്തെ സോപ്പ് കിട്ടത്തില്ല. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് സോപ്പാണ്. ഡിറ്റർജന്റ് സോപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കെമിക്കലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ തുണിയൊക്കെ, ഏത് തുണി കഴുകിയാലും അതിനകത്ത് എന്ത് ചെളി ഉണ്ടായാലും ആ ചെളിയെല്ലാം ഇളക്കാൻ പറ്റുന്ന അതുപോലത്തെ കെമിക്കലാണ് അതിനകത്ത് മിക്സ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സോപ്പ് ഇതിനകത്ത് മിക്സ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തക്കാളിയുടെയൊക്കെ അതുപോലെ പച്ചമുളകിൻ്റെ ആയാലും ചെടിയുടെയൊക്കെ ഇലകൾ ചിലപ്പം ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷാമ്പു എടുത്തത്. ഷാമ്പു ഒരു സോപ്പ് ബേസ്ഡ് ആണെങ്കിലും അത് ഇതേപോലെ മറ്റേ ഡിറ്റർജന്റ് സോപ്പ് പോലെ ഹാർഡല്ല, അല്പം ലൈറ്റാണ്. കാരണം നമ്മൾ തലയിലൊക്കെ ഇടുമ്പോൾ നമുക്കറിയാം ഒരുപാട് ലൈറ്റാണ്, അധികം കെമിക്കലൊന്നും കാണില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുമ്പോൾ ഷാമ്പു ഉപയോഗിക്കുന്നതാണ്. ഇനി അതല്ല 501 വാഷ്വെൽ പോലെ അലക്ക് സോപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഡിറ്റർജന്റ് സോപ്പ് യാതൊരു കാരണവശാലും ഉപയോഗിക്കല്ലേ. പിന്നെ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നമുക്കിത് പേസ്റ്റ് ആക്കണം. 10 ഗ്രാമിൻ്റെ ആവശ്യമേ ഉള്ളൂ വെളുത്തുള്ളി. അതിൻ്റെ 10 അല്ലി എടുത്തു കഴിഞ്ഞാൽ 10 ഗ്രാം കിട്ടും. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന ഒരു കണക്കെന്ന് പറയുമ്പോൾ 1 ലിറ്റർ വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മില്ലി വേപ്പെണ്ണ, 10 ഗ്രാം വെളുത്തുള്ളി, പിന്നെ ഇത് രണ്ടും മിക്സ് ചെയ്യാനുള്ള സോപ്പ്. അലക്ക് സോപ്പ് കിട്ടുന്നില്ലെങ്കിൽ അതിന് വരെ നമുക്ക് ഷാമ്പു ഉപയോഗിക്കുന്നു. ഇനി നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ 1 ലിറ്റർ വേപ്പെണ്ണ മിശ്രിതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പെയിന്റ് ടിൻ, അതെന്ന് വെച്ചാൽ 1 ലിറ്ററാണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ അതിലാണ് നമ്മൾ വെള്ളം എടുത്തേക്കുന്നത്. ഇത് ഫുള്ളാകുമ്പോൾ 1 ലിറ്റർ കറക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഷാമ്പു തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അലക്ക് സോപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ, ഡിറ്റർജന്റ് അല്ലാതെ സാധാരണ അലക്ക് സോപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. ഷാമ്പു നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് ഈ വെള്ളത്തിൽ. സോപ്പാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ച്, നിങ്ങൾ ഈ ഷാമ്പൂവിന് പകരം സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് കൊച്ചു പീസാക്കിയിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ കഴിയുന്നതും ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് വെച്ചേക്കണം അങ്ങനെ ഈ സോപ്പ് വെള്ളത്തിൽ, എങ്കിലേ അത് ശരിക്ക് ഇതിൽ അലിഞ്ഞ് ഇതാകത്തുള്ളൂ. ഇനിയും ഇതിലേക്ക് ഞാൻ വേപ്പെണ്ണ ഒഴിക്കുകയാണ്. വേപ്പെണ്ണ നമുക്ക് വേണ്ടത് 15 മില്ലിയാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മില്ലിയാണ് ഇതിൻ്റെ സൈസ്. ഇതിൽ 1, 2 ഇങ്ങനെ 3 മില്ലി എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ വരെ ആകുമ്പോഴാണ് 3 മില്ലി ആകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഫില്ലർ വെച്ചിട്ട് 5 തവണ ഇത് എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ 3 മില്ലി ഒഴിച്ചു. ഇപ്പോൾ 6 മില്ലിയായി. 9, മൊത്തം 15 മില്ലി ആയിട്ടുണ്ട് ഇപ്പം. ഇനി ഇത് അടച്ചു വെച്ചേക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എടുത്ത് പൊളിച്ച് ഒരു 10 അല്ലിയാണ് എടുക്കേണ്ടത്, 10 ഗ്രാമിന് വേണ്ടി. എന്നിട്ട് നമ്മൾ അതൊന്നെടുത്ത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം മിക്സിക്കകത്തേക്ക് നമ്മൾ പൊടിച്ച 10 ഗ്രാം, അത് 10 അല്ലിയാണ്, അത് ഏതാണ്ട് 10 ഗ്രാം ഉണ്ടാവും.
എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം കൂടി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മിക്സിയിൽ അടിച്ചെടുത്ത വെളുത്തുള്ളിയാണ്. ഇപ്പം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്, വെള്ളമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. അങ്ങനെ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഈ സ്പ്രേ ചെയ്യുമ്പം ഇതിൻ്റെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നോസിലൊക്കെ പോയി അടഞ്ഞിരിക്കും, പിന്നെ അത് ബുദ്ധിമുട്ടാവും. നമ്മുടെ നോസിൽ ഡാമേജ് ആകാനും അതേപോലെ ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ വെളിയിലേക്ക് സ്പ്രേ ആകാതൊക്കെ ഉണ്ടാവും. സ്പ്രേ ഒന്നും ആകത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ അരിപ്പ വെച്ച് അരിച്ചൊഴിക്കുന്നത്. ഇപ്പം നമ്മുടെ അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചതി ഒഴിച്ചു. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി അത് നമ്മുടെ തക്കാളി, പച്ചമുളക് ചെടി, അതേപോലെ പാവൽ ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയിലാണ് ആദ്യം സ്പ്രേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും വൈകിട്ട് ഒരു 6 മണി അടുപ്പിച്ചൊക്കെ സ്പ്രേ ചെയ്യാവൂ. നല്ല വെയിലുള്ള സമയത്ത് ഒരു കാരണവശാലും സ്പ്രേ ചെയ്യല്. സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ മുകളിലും താഴെ എല്ലാം വീഴുന്ന വിധത്തിൽ വേണം സ്പ്രേ ചെയ്യാൻ. അപ്പോൾ ഇതെൻ്റെ പച്ചമുളക് ചെടിയാണ്, അതിൽ കൂടെ ഞാൻ അടിക്കുകയാണ്. അത് ഇലയുടെ താഴെയും മുകളിലെല്ലാം ചെല്ലുന്ന വിധത്തിൽ വേണം അടിക്കാൻ. ഇതെൻ്റെ മറ്റൊരു പച്ചമുളക് ചെടിയാണ്, അതിൽ കൂടെ അടിക്കുകയാണ്. ഇനി എവിടെ അടിക്കാനുള്ള പല്ലോ? ഇനി എവിടെ അടിക്കാനുള്ളേ? പാവല്ലാന്നോ? ഓക്കെ, എൻ്റെ പെങ്ങടെ കുഞ്ഞാണ്. നീ കണ്ടില്ലെന്ന് പറയില്ല. എൻ്റെ 2 പല്ലൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെയാണ്. ഇപ്പം എന്നെ സഹായിക്കാൻ വന്നതാണ്. പാവലിലേക്ക് അടിക്കാൻ നമ്മൾ എല്ലാ ആഴ്ചയിലും ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിക്സ് എല്ലാ ആഴ്ചയിലും അടിച്ചു കൊടുക്കണേ, എങ്കിലേ ഗുണം കിട്ടുകയുള്ളൂ. ഒരുപാട് കീടങ്ങളെയൊക്കെ ഒഴിവാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കുക. പിന്നെന്താ ചെയ്യണം പൊന്നു? നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിനോടെ ചെയ്യണം, ഇല്ലയോ? എന്നാലല്ലേ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയത്തില്ലയോ? നാണോ? ആഹാ, ഇനി പൊന്നു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പോവാണ്. ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ചാനൽ, ഇല്ലയോ? മാമ സഹായിക്കും. മാമയുടെ മൊബൈൽ തരാം, മാമയുടെ ക്യാമറ തരാം. തുടങ്ങണ്ടായോ? മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞേ? ഫുള്ളായിട്ട് പറയാം. ഏത് ക്ലാസ്സിലെ? ഇനി 2-ല് സ്കൂൾ ഓപ്പൺ ചെയ്താ. ഇപ്പൊ എങ്ങനെയാ ക്ലാസ് നടക്കുന്നത്? ഇപ്പൊ എങ്ങനെ പൊന്നു ക്ലാസ് നടക്കുന്നത്? പോരാ, മോനോട് പറ. വാട്സാപ്പിൽ. എന്നിട്ട് പഠിക്കോ? ഇല്ല. പിന്നെന്താ കാണുന്നേ? എങ്ങനെ? കേൾക്കും. എന്നിട്ട് ക്ലാസ് ഒന്നും ചെയ്യത്തില്ല, സീരിയൽ കാണും, മൊബൈലിൽ ഗെയിം കളിക്കും, ഇല്ലയോ? ആണോ? എന്നിട്ട് യൂട്യൂബ് വീഡിയോയും കാണും അല്ലേ? മാമയുടെ വീഡിയോ കാണുമോ? ഇല്ലയോ? മാമയുടെ വീഡിയോ കാണത്തില്ലയോ? ദുഷ്ടാ, നീ ആള് കൊള്ളാലോ. ഈ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഞാൻ കട്ട് ചെയ്യാം.